നാറാണത്ത് ഭ്രാന്തൻ ഭാഗം 3. വടുതല നായർ നാറാണത്ത് ഭ്രാന്തന്റെ അടുത്തേക്ക് ചെന്നു. ആതിഥേയനെ ആകെയൊന്ന് നോക്കി. ക്ഷൗരം ചെയ്യാത്ത തലയും താടിയും, അരയിൽ ഒരു മുണ്ട് ചുറ്റിയിട്ടുണ്ട്, ചുമലിൽ ഒരു തോർത്തുമുണ്ട്, തീരെ ദുർമേധസില്ലാത്ത ഒത്ത ശരീരം, കണ്ണുകളിൽ ജ്വലിക്കുന്ന തേജസ്, നെറ്റിയിൽ ആ തിളങ്ങുന്ന ദിവ്യകല. എന്താ കണ്ടിട്ടില്ലേ? മുഖത്തേക്ക് നോക്കാതെ ഒരു ചോദ്യം. പതുക്കെ പറഞ്ഞു, ഉവ്വ്. ഇങ്ങോട്ട് അടുത്തേക്ക് വന്നിരിക്കാം. വേണ്ട, ചത്ത പെലയാണ്. ആർക്കാ പെല? നിനക്കോ? നാറാണൻ ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം ഉറക്കെ ചിരിച്ചു. ഹ ഹ ഹ, പെലയോ? എന്തിനാണീ ചിരി? എന്തു മറുപടി പറയും? നാറാണന്റെ പൊട്ടിച്ചിരികൾക്ക് ആരും മറുപടി പറയാറില്ല. ആട്ടെ, പോന്നതെന്തേ? പിണ്ടം കഴിപ്പിക്കാൻ ആളെ തെരഞ്ഞ് വന്നതല്ലേ? നാറാണൻ വടുതല നായരോട് ചോദിച്ചു. അതെ, വടുതല നായർ മറുപടി പറഞ്ഞു. ഞാൻ വരാം, എനിക്കത് കഴിപ്പിക്കാനറിയാം, നാറാണൻ പറഞ്ഞു. അങ്ങ്? അയാൾ സംശയിച്ച് ഒരടി പിന്നിലേക്ക് മാറി നിന്നു. അങ്ങ് ബ്രാഹ്മണനല്ലേ? നായന്മാരുടെ പ്രേതകാര്യങ്ങൾ ചെയ്യുവാൻ അങ്ങേക്ക് കഴിയുമോ? നാറാണൻ മറുപടി പറഞ്ഞു. എടോ, ചത്താൽ പിന്നെ എന്ത് നായരും നമ്പൂതിരിയും? പ്രേതങ്ങൾക്ക് ജാതിയും മതവും ഒന്നുമില്ല. ഇനി ഉണ്ട് എന്നെല്ലാവരും പറഞ്ഞാലും ഞാനത് വില വയ്ക്കൂല. എന്നാലും ഓരോന്നിനും ഓരോരുത്തരെ നിയമിച്ചിട്ടുണ്ടല്ലോ. അത് തെറ്റി നടന്നാൽ എന്താ? എന്നെ പിടിച്ച് ഇളയതാക്കും, അത്ര തന്നെ. താൻ അതൊന്നും നോക്കണ്ട. ഇന്നിനി വേറെ ഇളയതിനെ ഒന്നും തനിക്ക് കിട്ടില്ല. എന്നാ പിണ്ടം? ബുധനാഴ്ചയാണ്. വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല എന്ന് പറയുവാൻ അയാൾക്ക് സാധിക്കുന്നില്ല. പലതും ചോദിച്ചറിയാൻ തോന്നുന്നു. ഇവിടെ കനത്തു നിൽക്കുന്ന ഈ രഹസ്യം എന്താണ്? അതിനെ കാത്തു സൂക്ഷിക്കുന്നത് എന്തിനായിട്ടാണ്? നാറാണനോട് തനിക്കുള്ള ബന്ധമെന്താണ്? എല്ലാവരും ഭ്രാന്തനെന്ന് വിളിക്കുന്ന നാറാണന്റെ അടുത്ത് താൻ ഏറ്റവും സുരക്ഷിതനാണെന്ന് ഉള്ളിൽ ബോധ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആലോചിച്ചു നിൽക്കുമ്പോൾ വിസ്മയപ്പെടുത്തുമാറ് ആ കനത്ത കൈകൾ അയാളുടെ ചുമലിൽ തൊട്ടു. ഭ്രാന്തൻ നാറാണന്റെ കൈകൾ. ദയാർദ്രമായ സ്വരത്തിൽ അദ്ദേഹം പറയുന്നു. എല്ലാം അതാതിൻ്റെ സമയം വരുമ്പോൾ വെളിപ്പെട്ടുകൊള്ളും. ഇപ്പോൾ പൊയ്ക്കൊള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കണം. ധ്യാനം ഉപേക്ഷിക്കരുത്. മനസ്സിൽ അഹങ്കാരം വളർത്തരുത്. വടുതല നായർക്ക് അവിടം വിട്ടു പോകാൻ വിഷമം തോന്നി. കുറേ നേരം കൂടി ഇദ്ദേഹത്തിൻ്റെ കൂടെയിരിക്കാൻ സാധിച്ചാൽ നന്നായിരുന്നു. എന്നാൽ നാറാണൻ നടന്നു കഴിഞ്ഞു. മൂളിപ്പാട്ടും പാടിക്കൊണ്ട് തോട്ടുവക്കിലൂടെ അദ്ദേഹം നീങ്ങുന്നത് ദൂരെ നിന്ന് നോക്കി നിന്നു. പിന്നെ അവിടെ നിന്നില്ല, വേഗം തിരിച്ചു പോന്നു. വടുതല നായരുടെ തറവാട്ടിൽ നല്ല തിരക്കാണ്. ദേശമടക്കി ക്ഷണിച്ച സദ്യ, ഒന്നിലും ഒരു കുറവുമില്ല. 4 കാതൻ ചരക്ക് അടുപ്പത്ത് കയറ്റിക്കഴിഞ്ഞു. പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കുന്നു. വെള്ളം കിണറ്റിൽ നിന്ന് കോരുമ്പോഴുണ്ടാകുന്ന ഏത്തത്തിൻ്റെ കറകറ ശബ്ദം. ആജ്ഞകൾ, അനുസരണങ്ങൾ, കുശലപ്രശ്നങ്ങൾ, കുട്ടികളുടെ കരച്ചിൽ, തിരക്ക്, ബഹളം. ബലിക്കുള്ളതെല്ലാം വട്ടം കൂട്ടിക്കഴിഞ്ഞു. പിണ്ടം വെപ്പിക്കുവാനുള്ള ആൾ ഇതേവരെ എത്തിയിട്ടില്ലല്ലോ. ബന്ധപ്പെട്ടവർ പരിഭ്രമിച്ചു. കുളിച്ച് ഈറനോടെ നിൽക്കുന്ന കുടുംബാംഗങ്ങൾ അക്ഷമരായി തുടങ്ങി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, അയാളെ വിളിച്ചിട്ട് കാര്യമില്ലാന്ന്. അല്ലെങ്കിൽ തന്നെ അയാൾ ഒരു പ്രാന്തനാ. വല്ല ചൊടലേലും കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ടാവും. അല്ലെങ്കിലും ഈ ബ്രാഹ്മണര് നമ്മുടെ പിണ്ടം വെപ്പിക്കാൻ വരുമോ? അവർക്ക് പിന്നെ എങ്ങനെയാ മറ്റോരായിട്ട് കൂടിക്കഴിയാൻ പറ്റുക? മറ്റോര് സമ്മതിക്കുമോ? ബന്ധുക്കൾ അതും ഇതും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴതാ മുന്നിലെ പാടത്തുകൂടി ഒരാൾ വേഗം വേഗം നടന്നു വരുന്നു. കുളിച്ച് ഈറനായ വേഷം, നനഞ്ഞ മുടി നെറ്റിയിലും കഴുത്തിലും ഒട്ടിക്കിടക്കുന്നുണ്ട്. കണ്ണുകളിൽ തീക്കനലിൻ്റെ വെളിച്ചം. അദ്ദേഹം മുറ്റത്ത് നിന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു, ബലി തുടങ്ങാറായില്ലേ? ആ, തുടങ്ങാം, ഒരാൾ മറുപടി പറഞ്ഞു. പിന്നെ തറവാട്ടുകാർ കൂട്ടത്തോടെ പുറത്തേക്ക് വന്നു. ബലി തുടങ്ങി. കർമ്മങ്ങൾ കഴിഞ്ഞു. പിണ്ടകർത്താക്കൾ മാറി നിന്നു. എന്നിട്ടും നാറാണൻ പലകയിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. മുന്നിലേക്കതാ വിരൽ ചൂണ്ടുന്നു. അങ്ങോട്ട് തുറിച്ചു നോക്കുന്നു. മുന്നിൽ പിന്നെയും പിന്നെയും
എള്ളും പൂവും വെള്ളവും അർപ്പിക്കുന്നു. ആരെയോ ശാസിക്കുന്നു. ഇവിടെ പാട് കടന്നാൽ പറ്റില്ല. കണ്ടു നിന്നവർ കാര്യമറിയാതെ മുഖത്തോട് മുഖം നോക്കി. തല നരച്ച ഒരു മധ്യവയസ്കൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, പ്രാന്ത് തന്നെ. നാറാണൻ അത് കേട്ടു. ഒന്ന് തിരിഞ്ഞു നോക്കി. കാരുളി തിരികെ കയറ്റുന്ന നോട്ടം. ഇവിടെ വാ, തന്നോട് തന്നെ. ആ മധ്യവയസ്കൻ മുമ്പിൽ വന്നപ്പോൾ നാറാണൻ അയാളുടെ കയ്യിൽ പിടിച്ച് ആജ്ഞാപിച്ചു, നേരെ മുമ്പിലേക്ക് നോക്ക. അയ്യോ, അയാൾ പേടിച്ച് നിലവിളിച്ചു പോയി. എന്താച്ചാൽ പറയിൻ. ബന്ധുക്കൾ അടുത്തു വന്ന് ചുറ്റും നിന്ന് നിർബന്ധിച്ചിട്ടും അയാൾക്ക് താൻ കണ്ടത് പറയാൻ സാധിക്കുന്നില്ല. മരിച്ചുപോയ പ്രേതാത്മാവിനെ ക്ഷണിച്ച് മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് നാറാണത്ത് കർമ്മം ചെയ്തുകൊണ്ടിരുന്നത്. ആകെ ഒരു വിറയൽ, ഒരു അസ്വസ്ഥത. നാറാണൻ അയാളുടെ കയ്യിലെ പിടിവിട്ടു. ആരുടെയും അനുവാദം കൂടാതെ തന്നെ അവിടെ ചമ്രം പെടിഞ്ഞിരുന്നു. മുഖത്ത് ഗൗരവം കനത്തു. തികഞ്ഞ ഏകാഗ്രത. മന്ത്രങ്ങൾ ചൊല്ലുന്നു. നിർത്താതെ എള്ളും പൂവും വെള്ളവും അർപ്പിക്കുന്നു. പിന്നെയും പിന്നെയും എള്ള്, പൂവ്, വെള്ളം, വെള്ളം, പൂവ്, എള്ള്. ചെമ്പുകളിൽ വെള്ളം കോരിയൊഴിച്ചതിന് കണക്കില്ല. ചെറുള അറുത്തുകൂട്ടിയതിനും കണക്കില്ല. എണ്ണയാട്ടുവാൻ കരുതി വെച്ച എള്ളു മുക്കാലും കഴിഞ്ഞു. എന്നിട്ടും ഇത് നിർത്തൂ എന്ന് പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഏതോ ഒരു കൽപ്പന അനുസരിക്കുന്നത് പോലെ അവർ വെള്ളം കോരി നിറയ്ക്കുന്നു. ചെറുള ഇതിലാക്കിയിടുന്നു. എള്ള് കോരിയിടുന്നു. സന്ധ്യയോടെയാണ് നാറാണൻ ആ ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റത്. പിന്നെ ഒരു ചോദ്യം. ശുദ്ധായില്ലേ? സന്തോഷായില്ലേ? വേഗം എഴുന്നേറ്റ് പോവുകയും ചെയ്തു. പലരും പിന്നാലെ പോയി. ദക്ഷിണ കൊടുത്തില്ല. ഒരു നന്ദി വാക്കെങ്കിലും പറയണമല്ലോ. ആർക്കും നാറാണന്റെ ഒപ്പമെത്തുവാൻ സാധിച്ചില്ല. അത്ര വേഗത്തിൽ അദ്ദേഹം എങ്ങോട്ടോ പോയി. അകലെ കാടിന്റെ താഴ്വരയിൽ നിന്നോ കുന്നിൻ പുറത്തു നിന്നോ എപ്പോഴോ ഒരിക്കൽ ആ ഭ്രാന്തൻ ചിരികൾ മാത്രം എല്ലാവരും കേട്ടു. ഭ്രാന്ത് പിടിച്ച ലോകത്തിനോടുള്ള ചിരി. നാറാണന് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇന്നലെ മുഴുവൻ ഒന്നും കഴിച്ചില്ലല്ലോ. സന്ധ്യയായപ്പോഴാണ് ഓർമ്മ വന്നത്. ഇന്ന് ഉത്രം വാരമാണല്ലോ. അമ്പലത്തിൽ സദ്യയുണ്ടാവും. പോയി നോക്കാം. അമ്പലക്കുളത്തിൽ താണു മുങ്ങിയിട്ട് തളിച്ചു കുളിച്ച് ശുദ്ധമായിട്ട് തന്നെയാണ് അമ്പലത്തിൽ കടന്നത്. മണ്ഡപത്തിൽ വാരമിരിക്കൽ കഴിഞ്ഞിരുന്നു. ചുറ്റമ്പലത്തിൽ നമ്പൂതിരിമാർ ഊണിന് കാത്തിരിക്കുകയാണ്. വരി വരിയായി നാക്കിലയും പലകയും വെച്ചിട്ടുണ്ട്. അതിലൊന്നിനു മുകളിൽ നാറാണനും ഇരുന്നു. അപ്പോൾ രംഗം പെട്ടെന്ന് നിശ്ചലമായി. വേദഘോഷം നിന്നു. എല്ലാ കണ്ണുകളും നാറാണന്റെ മുഖത്താണ്. ആ മുഖമാണെങ്കിൽ ആരെയും ശ്രദ്ധിക്കുന്നുമില്ല. വിശപ്പ് അത്രയ്ക്ക് അധികമുണ്ടായിരുന്നു. നിശബ്ദതയ്ക്ക് പിന്നാലെ പതിവ് പോലെ ഉണ്ടാകാറുള്ള മുറുമുറുക്കലും തുടങ്ങിയപ്പോൾ മാന്യസ്ഥാനത്തിരുന്ന വാദ്യാൻ തന്നെ വിളിച്ചു പറഞ്ഞു, നാരായണമംഗലത്തിനെ പന്തിയിലിരുത്തണ്ട. പ്രതീക്ഷിച്ചതായിരുന്നുവെങ്കിലും കേട്ടവരൊക്കെ ഒന്ന് ഞെട്ടി. ഞെട്ടാത്ത നാറാണനെ തന്നെ നോക്കി ഇരിക്കുകയും ചെയ്തു. വാദ്യാന്റെ വാക്കുകൾ പിന്നെയും കേട്ടു. ശൂദ്രന്റെ പിതൃകർമ്മങ്ങൾ ചെയ്യാറില്ലല്ലോ നമ്പൂരിയാര്. അതുകൊണ്ട് നാറാണൻ ഇനി മുതൽക്ക് നമ്പൂരിയാരല്ല. കൂട്ടത്തിൽ കൂട്ടാനും വയ്യ. എണീക്കാം. ഇല പുറത്തു വെച്ച് വിളമ്പിയാ മതി. നാറാണൻ ഇത് കേട്ട് ഉറക്കെ ചിരിക്കുമെന്ന് അവിടെ കൂടിയ നമ്പൂതിരി ചെറുപ്പക്കാരിൽ ചിലർ പ്രതീക്ഷിച്ചു. അതുണ്ടായില്ല. ഒരു ഭാവഭേദവുമില്ലാതെ എഴുന്നേറ്റ് പുറത്തു കടന്നു. ഇരുട്ടിലൂടെ നടന്നു പോവുകയും ചെയ്തു. ഹാവു! നോക്കി നിന്നവർ സമാധാനിച്ചു. വാരത്തിന് നിരന്നിരിക്കുന്ന മഹാബ്രാഹ്മണർക്ക് ഇലയിൽ വെള്ളം തളിച്ച് നെയ്യൊഴിച്ച് ചോറ് വിളമ്പാൻ തുടങ്ങി. അപ്പോൾ വെപ്പുകാരിൽ ഒരാൾ പരിഭ്രമിച്ചുകൊണ്ട് ബന്ധപ്പെട്ടു വന്ന് സ്വകാര്യമായി പറഞ്ഞു, ചോറ് അശുദ്ധമായിരിക്കുന്നു. എങ്ങനെ? എല്ലാ മുഖങ്ങളും പരസ്പരം നോക്കുമ്പോൾ പിന്നിൽ വന്നു നിന്ന് അക്കീരാമൻ പരിഭ്രമിച്ചു പറഞ്ഞു, എങ്ങനെ കടന്നു വന്നതാണോ ആവോ, ശ്വാവ് തൊട്ടു. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആട്ടി പുറത്താക്കാൻ ഇട കിട്ടിയില്ല. അതിനു മുമ്പേ ചോറൻ ചെമ്പിൽ നിന്ന് തിന്നു തുടങ്ങി. ഇനി എന്താ ചെയ്യാ? എല്ലാ മുഖങ്ങളും പരസ്പരം നോക്കുമ്പോൾ പിന്നിൽ നിന്ന് വിളമ്പുകാരൻ ഇച്ഛാദയുടെ പരിഹാസസ്വരം കേട്ടു. ചെയ്യാനൊന്നുമില്ല. പായസത്തിന്റെ പാത്രത്തിലിതാ എലി ചത്തു കിടക്കുന്നു.
എന്നാൽ കാളനെങ്കിലും തരാമെന്ന് വെച്ചാൽ അതിൽ നിറച്ച് തലമുടിയാണ്, അറയ്ക്കും. ശിവ ശിവ. മാന്യസ്ഥാനത്തിരുന്ന വാദ്യാന്റെ മുഖത്തേക്കാണ് എല്ലാവരും നോക്കിയത്. ഇക്കാലത്തിനിടയ്ക്ക് ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇരുട്ടിനെ തുളച്ചുകൊണ്ട് അക്കരെ എവിടെ നിന്നോ ഉയർന്ന ആ പൊട്ടിച്ചിരിയും പാട്ടും എല്ലാവരും കേട്ടു. നിന്റെ കയ്യിലല്ലല്ലോ അമൃത്, നീ ഉണ്ടാക്കുന്ന വിശപ്പും, പിന്നെ എനിക്കിതിൽ എന്ത് കാര്യം, നിറച്ചോ ഒഴിച്ചോ ഹ ഹ ഹ, എനിക്കെന്ത് കാര്യം. നാറാണൻ രാത്രി മുഴുവൻ അവിടെ തന്നെ ഇരുന്നു. ആ കാട്ടിലെ പാറയുടെ മുകളിൽ ആകാശത്തിൽ മുല്ലപ്പൂക്കൾ വിതറിയിട്ടതുപോലെ നക്ഷത്രങ്ങൾ ചിതറിക്കിടക്കുന്നു. അപ്പോൾ ഉത്സാഹത്തോടെ ഒരു പാട്ട് പാടുവാൻ തോന്നി. ഒരുത്തൻ പോയി ഒരുത്തൻ വന്നു, ഉള്ളിൽ പരമാനന്ദം. അപ്പോൾ ആരോ കാട്ടിലേക്ക് കയറി വരുന്നുണ്ടെന്ന് തോന്നി. എന്നാലും പാട്ട് നിർത്തിയില്ല. കയറി വരുന്ന ആളെ മനസ്സിലായി. ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇങ്ങട് അടുത്തേക്ക് വരാ പാക്കനാരേ. പാക്കനാർ നാറാണനെ അന്വേഷിച്ച് തന്നെ വന്നതായിരുന്നു. ഈ അന്വേഷണം തുടങ്ങിയിട്ട് 2 ദിവസമായി. ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ പറയും, ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല, എവിടെയാണാവോ, ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കലില്ലല്ലോ ആ പ്രാന്തൻ. ഏതായാലും ഉത്സാഹത്തോടെ പാക്കനാർ അടുത്തേക്ക് ചെന്നു. എന്തിനായിരുന്നു ഈ അന്വേഷണം? എന്താ വേണ്ടത്? മലർന്നു കിടന്നുകൊണ്ട് തന്നെ തല ചെരിക്കാതെയുള്ള അന്വേഷണം. കണ്ണുകൾ അപ്പോഴും ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ തന്നെ. വേണ്ടത് പറഞ്ഞാൽ ചെയ്തു തരുമോ? പാക്കനാർ ചോദിച്ചു. ഓ, എന്താ ചെയ്തു തരാണ്ടിരിക്കാൻ? മറ്റന്നാൾ ചാത്താണെന്ന് പറയാൻ വന്നതല്ലേ. ഞാൻ വരണുണ്ട് ചാത്തത്തിന്. അത് കേട്ട് ശബ്ദരഹിതനായി നിന്നു പാക്കനാർ. നാറാണൻ പാറയമേൽ എഴുന്നേറ്റിരുന്ന് പാക്കനാരെ ക്ഷണിച്ചു. താൻ ഇവിടെ ഇരിക്ക. പാക്കനാർക്ക് ആ ക്ഷണം നിരസിക്കുവാൻ സാധിച്ചില്ല. അടുത്തു തന്നെ ഇരുന്നു. പക്ഷേ എന്തിനാണ് ഇരിക്കുവാൻ പറഞ്ഞത്? വർത്താനങ്ങളൊന്നുമില്ല. അപ്പോഴും പാട്ട് തന്നെ. മായാമാളവ ഗൗരവ രാഗത്തിൽ ഭൂഗോള വർണ്ണന തന്നെ. പാക്കനാർക്കത് കേട്ടിരിക്കുവാൻ നല്ല സുഖം തോന്നി. പക്ഷേ താൻ പാട്ട് കേട്ടിരിക്കുവാനല്ലല്ലോ വന്നത്. അഗ്നിഹോത്രി പറഞ്ഞയച്ചതാണ്. അമ്മയുടെ ആണ്ടുശ്രാദ്ധമൂട്ടുവാൻ നാറാണനെ കൂട്ടിവരണമെന്ന്. പാക്കനാർ ചുറ്റും നോക്കി. നേരം കുറെ ആയല്ലോ. അപ്പോൾ നാറാണൻ പാട്ട് നിർത്തിയിട്ട് എഴുന്നേറ്റ് പാക്കനാരെ നോക്കി. ഏയ്, താൻ എന്തിനാ പേടിക്കണ? പാക്കനാർ മറുപടി പറഞ്ഞില്ല. അപ്പോൾ നാറാണൻ പറഞ്ഞു, വിശക്കുന്നു, നമുക്ക് കഞ്ഞി കുടിക്കാം. പാക്കനാർക്ക് അവിടെ നിന്ന് വിട്ടുകിട്ടിയാൽ മതി എന്നായി. ചുറ്റും നോക്കിയിട്ട് പാക്കനാർ പറഞ്ഞു, എനിക്ക് വിശപ്പില്ല, നേരം പാതിരാവാകാറായി. നാറാണൻ വിട്ടില്ല. സാരമില്ല, അരിയുണ്ട്, വെള്ളവുമുണ്ട്, കുറച്ച് തീയേ വേണ്ടൂ. നാറാണൻ 4 പുറത്തേക്കും നോക്കി. അതാ അവിടെ തീ കത്തുന്നു, നമുക്ക് അങ്ങോട്ട് പോകാം. പാക്കനാർ നാറാണന്റെ പിന്നാലെ നടന്നു. നടത്തത്തിനിടയിൽ പാക്കനാർ പെട്ടെന്ന് നിന്നു. ഏയ്, ഇത് ചുടലയല്ലേ? ശവം കത്തുന്ന മണം വരുന്നു. അതെ, തീ ഇവിടെ നിന്ന് എടുക്കാം. നാറാണന് പരമാനന്ദം തന്നെ. ഉറക്കെ പാട്ടുപാടിക്കൊണ്ടാണ് ദേഹണ്ണം. അരി വെന്ത് കഴിഞ്ഞപ്പോൾ നാറാണൻ കഞ്ഞി കുടിക്കുവാനിരുന്നു. പാക്കനാർ മാറി നിന്നു. എത്രയായാലും നാറാണൻ പൂണൂലിട്ട ആളല്ലേ, അനാദരവ് കാണിക്കണ്ട. കുറച്ചു കഴിഞ്ഞപ്പോൾ പാക്കനാർക്ക് വല്ലാത്തൊരു പന്തികേട് തോന്നി. ഭൂമി കുലുങ്ങുന്നത് പോലെ തോന്നുന്നുവല്ലോ. പൊടിപടലം പരക്കുന്നു. ഭീകരങ്ങളായ എന്തൊക്കെയോ ശബ്ദങ്ങളും ചലനങ്ങളും. പാക്കനാർ നിലത്ത് കാലുറപ്പിച്ച് ധൈര്യമായി തന്നെ നിന്നു. അപ്പോൾ പൊടിപടലത്തിനിടയിൽ ഒരു വെളിച്ചം കണ്ടു. അത് അവിടെയൊക്കെ പരക്കുന്നു. ഇത്ര വേഗം എങ്ങനെ വെളിച്ചം വന്നു? നാറാണന്റെ അടുപ്പിലെ തീ മറ്റെന്തിലെങ്കിലും കത്തിപ്പിടിച്ചതാണോ? പാക്കനാർ മറവിലേക്ക് മാറി നിന്നുകൊണ്ട് ഒളിച്ചു നോക്കി. അപ്പോൾ കണ്ടു, അത് തീയല്ല, വെളിച്ചവുമല്ല, വെറുമൊരു വെള്ളപ്പ് മാത്രം. പെട്ടെന്നതാ കാൽ ചിലങ്കകളുടെ കിലുക്കം കേൾക്കുന്നു. അരമണിയുടെ നാദം. പാക്കനാർ ശ്വാസമടക്കി തൻ്റെ പരദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിന്നു. നാറാണൻ അപ്പോഴും പരമാനന്ദത്തോടെ കഞ്ഞി കോരി കുടിക്കുന്നുണ്ട്. ചിലങ്കകളുടെയും അരമണികളുടെയും കൂടിക്കലർന്ന ശബ്ദങ്ങൾ അടുത്തേക്ക് വരുന്നു. ഭൂമി ഇടവും വലവും കിടന്ന് ആടുന്നത് പോലെ തോന്നുന്നു. അതിനിടയിൽ പെരുമ്പറ പോലെ എന്തോ ബഹളവും ഉയരുന്നു.
ഹ ഹ ഹ, ഇവിടെ മനുഷ്യനോ? ഹ ഹ ഹ. പാക്കനാർ ഞെട്ടി. ഭയം കുറയ്ക്കുവാനായി അടുത്തുള്ള ഒരു മരത്തിനെ കെട്ടിപ്പിടിച്ചു നിന്നു. എന്നിട്ടും നമ്മുടെ നാറാണന് ഒരു കൂസലുമില്ല. ചോദ്യങ്ങളൊന്നും കേൾക്കുന്ന ഭാവമേ ഇല്ല. രൂപമില്ലാത്ത ശബ്ദങ്ങൾ കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങുന്നത് അറിഞ്ഞു. നിങ്ങൾ ആരാണ് മനുഷ്യ? ആരായാലും വേഗം തന്നെ ഇവിടെ നിന്ന് മാറിത്തരണം. അപ്പോഴും നാറാണൻ പ്രതികരിച്ചില്ല. പാത്രത്തിലെ ശേഷിച്ച കഞ്ഞിയും ആർത്തിയോടെ കുടിക്കുകയാണ്. പാവം വിശന്നിട്ടാണെന്ന് തോന്നുന്നു. പറഞ്ഞത് കേട്ടില്ലേ? വേഗം ഇവിടുന്ന് പോവാനാണ് പറഞ്ഞത്. പെട്ടെന്ന് നാറാണൻ മറുപടി പറഞ്ഞു. അത് പറയുവാൻ നീ ആരാണ്? ഇവിടെ നിനക്കെന്ത് കാര്യം? തികഞ്ഞ അവഗണനയോടെ നാറാണൻ തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു. പിന്നിൽ നിന്നുകൊണ്ട് ഇത് കാണുന്ന പാക്കനാരുടെ സമസ്ത രോമങ്ങളും എണീറ്റ് നിന്നു. എന്തൊരു നിർഭയത്വം! അപ്പോൾ ആ വെളിച്ചത്തിൽ നിന്ന് ഒരു ശബ്ദം പുറത്തു വന്നു. ഞാൻ ചുടല ഭദ്രകാളിയാണ്. ഇത് എൻ്റെ സ്ഥാനമാണ്. ഇന്നു രാത്രി എനിക്കിവിടെ നൃത്തം വയ്ക്കണം. അപ്പോൾ നാറാണൻ്റെ ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരി വീണ്ടും മുഴങ്ങി. ഹ ഹ ഹ, ഈ ഭൂമി മുഴുവൻ എൻ്റേതാണ്. എന്നാലും നിനക്കെൻ്റെ ഭൂമിയിൽ നൃത്തം വയ്ക്കാം. തുടങ്ങ്, നൃത്തം തുടങ്ങിക്കോ. മനുഷ്യരുടെ മുമ്പിൽ ഞാൻ നൃത്തം വെക്കില്ല. വേഗം എണീറ്റ് പോ മനുഷ്യ. ഈ യാമത്തിൽ തന്നെ എനിക്ക് നൃത്തം ചെയ്യണമെന്ന് വ്രതമുണ്ട്. ഒന്ന് പോകുന്നുണ്ടോ? ആ രൂപം വീണ്ടും ദേഷ്യപ്പെട്ടു. നാറാണത്ത് ഭ്രാന്തൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഭദ്രകാളിയുടെ മുരൾച്ച കേട്ടു. പല്ലുകൾ കൂട്ടിക്കടിച്ചുകൊണ്ടുള്ള അമറൽ, ആരെയും ഭയപ്പെടുത്തുന്ന യഥാർത്ഥ അട്ടഹാസം. ഹ ഹ ഹ, ഞാൻ നിന്നെ പേടിപ്പിച്ച് ഇവിടെ നിന്ന് ഓടിക്കും. വേണോ? കാണണോ നിനക്ക്? ഹ ഹ ഹ. ഭദ്രകാളി അട്ടഹസിച്ചു. പാക്കനാർ സ്വന്തം കാളിയമ്മയെ മനസ്സിലുറപ്പിച്ചു. എൻ്റെ പരദേവതേ, അമ്മേ, കാക്കണേ. ഓഹോ, ഒരു വിരോധവും ഇല്ല. നിങ്ങൾ പേടിപ്പിച്ചോളൂ, നാറാണൻ പറഞ്ഞു. ശബ്ദം കേട്ടിടത്തേക്ക് ധൈര്യപൂർവ്വം കണ്ണ് തുറന്നു നോക്കിയിരിക്കുകയാണ് നമ്മുടെ നാറാണൻ. ഭീകരരംഗം കാണുവാൻ ഒരുങ്ങിക്കൊണ്ട് തന്നെ. അപ്പോൾ രംഗമാകെ മാറുന്നത് പോലെ പാക്കനാർക്ക് തോന്നി. ഏതൊക്കെയോ ഭയങ്കരങ്ങളായ രൂപങ്ങൾ അവിടെ കിടന്ന് തുള്ളുന്നു, അട്ടഹസിക്കുന്നു. അങ്ങോട്ട് നോക്കുവാൻ വയ്യ, അത്രയ്ക്ക് ഭീകരം. പാക്കനാർ കണ്ണടച്ച് ഉറക്കെ കാളീനാമങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നോർമ്മയില്ല. കുറെ കഴിഞ്ഞപ്പോൾ ബഹളം നിന്നു. രംഗം ശാന്തമാവുകയാണ്. നാറാണൻ അത്താഴം കഴിഞ്ഞ് കിടക്കുവാൻ ഒരുങ്ങുകയാണ്. ഒരു പാറക്കല്ലിന്മേൽ സ്വന്തം തോർത്തുമുണ്ടുകൊണ്ട് പൊടി തട്ടിക്കുടയുന്നു. ഹാവൂ! അപ്പോൾ പാക്കനാരെ ഏറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭദ്രകാളിയുടെ വിനീതമായ ഒരു അപേക്ഷ കേട്ടു. പ്രഭോ, അങ്ങ് ഒരു സാധാരണ മനുഷ്യനൊന്നുമല്ല. ദയവ് ചെയ്ത് അങ്ങ് ഇപ്പോൾ ഇവിടെ നിന്ന് പോയാലും ഞാൻ എന്തു വരം വേണമെങ്കിലും തരാം. എൻ്റെ യാമം കഴിയാറായി. എനിക്ക് നിന്റെ വരമൊന്നും വേണ്ട. നാറാണൻ മറുപടി പറഞ്ഞു. അത് പറ്റില്ല. എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു വരം മേടിക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് മാറി നിൽക്കണം. അതെൻ്റെ നിയമമാണ്. ഓഹോ, അങ്ങനെയാണോ? നാറാണൻ 2 കൈപ്പടവും തലയിൽ വെച്ച് കിടന്നു കഴിഞ്ഞിരുന്നു. കിടന്നുകൊണ്ടാണ് ചോദ്യം. എന്തു വരവും തരാമെന്നല്ലേ പറയുന്നത്? അതെ, എന്തു വരവും തരാം. എന്നാലേ 48 വയസ്സും 7 മാസവും 2 ദിവസവുമാണ് എൻ്റെ ആയുസ്. ഒരു ദിവസം കൂടി കൂട്ടിത്തരണം, നാറാണൻ പറഞ്ഞു. അയ്യോ, ഭദ്രകാളിക്ക് ഭയം. അതെങ്ങനെ? അതൊക്കെ എന്നോ തീർച്ചപ്പെട്ടതല്ലേ. എനിക്കെന്നല്ല, ആർക്കും തന്നെ അത് മാറ്റുവാൻ സാധിക്കുകയില്ല. നാറാണൻ്റെ പൊട്ടിച്ചിരി അപ്പോഴും മുഴങ്ങി. അത് സാധാരണ പൊട്ടിച്ചിരിയല്ല, ഈ ലോകത്തിൻ്റെ നിസാരതയുടെ നേർക്കുള്ള പൊട്ടിച്ചിരി. ചിരിയുടെ കൂടെ തന്നെ ചോദ്യവും വന്നു. പിന്നെ നിനക്കെന്ത് സാധിക്കും? വേറെ എന്തെങ്കിലും ചോദിക്കൂ, സമയം കഴിയുന്നു. എന്നാൽ എൻ്റെ മരണം ഒരു ദിവസം മുൻപേ ആകട്ടെ, അത് പറ്റുമോ? ദയവ് ചെയ്ത് മരണത്തിൻ്റെ കാര്യം എന്നോട് പറയരുത്. അത് മാറ്റാൻ പറ്റാത്ത വിധം തീർച്ചയായതാണ്. അതാണ് പറഞ്ഞത്, എല്ലാം മാറ്റാൻ പറ്റാത്തത് തന്നെ. എന്നിട്ട് വെറുതെ മനുഷ്യരെ പറഞ്ഞ് പേടിപ്പിക്കാനും മോഹിപ്പിക്കാനും നിൽക്കരുത്. നീ ഇവിടെ നിന്ന് വേഗം പോ, എനിക്ക് ഉറങ്ങണം. അയ്യോ, അത് പറ്റില്ല. വേറെ എന്തെങ്കിലും വരം സ്വീകരിച്ചിട്ട് അങ്ങ് ഇവിടെ നിന്ന് മാറിത്തന്നാലും
എനിക്ക് ഈ മുഹൂർത്തം കഴിയും മുമ്പ് ഇവിടെ നൃത്തം ചെയ്യണം. സമയം കഴിയാറായി. എന്നെ സഹായിക്കണം. നീയും നിന്റെ നൃത്തവും. എന്നാലേ എൻ്റെ ഈ ഇടത്തേക്കാലിൽ ഒരു മന്തുണ്ട്. അത് മാറ്റിത്തരാനൊന്നും പറയുന്നില്ല. ആവശ്യപ്പെട്ടാൽ നീ ഇപ്പോൾ തന്നെ വയ്യ എന്ന് പറയും എന്നെനിക്കറിയാം. അതൊന്ന് വലത്തെ കാലിലേക്ക് ആക്കുവാനെങ്കിലും നിനക്ക് സാധിക്കോ? ഓ, തീർച്ചയായും. ഭദ്രകാളിക്ക് ഉത്സാഹമായി. അരമണി കിലുങ്ങി ചിലങ്കുകൾ ചിലച്ചു. പാക്കനാർ ഏന്തി വലിഞ്ഞു നോക്കി. നാറാണന്റെ ഇടത്തുകാൽ വൃത്തിയായിട്ടിരിക്കുന്നു. വലത്തുകാലിൽ അതാ മന്ത്. ഒരു നീണ്ട മൂളലോടെ നാറാണൻ എഴുന്നേറ്റു. ഏയ് പാക്കനാരേ, താൻ എവിടെ പോയി? യാതൊന്നും സംഭവിക്കാത്തതുപോലെ തോർത്തുമുണ്ട് ചുമലിലിട്ട് നാറാണൻ മുൻപിൽ വന്നു നിൽക്കുന്നു. പാക്കനാർ അദ്ദേഹത്തെ കണ്ണു മുഴുവൻ തുറന്നു നോക്കി. ഇല്ല, യാതൊരു ഭാവഭേദവും ഇല്ല. ഇവിടെ വന്നപ്പോൾ കണ്ട അതേ മുഖഭാവം തന്നെ. ഹായ് കൂട്ടുകാരെ, നാറാണത്തെ ഭ്രാന്തന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു പാർട്ടോടെ ഉണ്ട്. അതുമായി അടുത്ത ദിവസം വരുന്നത് വരെ ബായ്. പിന്നെ നമ്മുടെ ചാനലിൽ ധാരാളം കഥകളുണ്ട്. അത് കേൾക്കുവാനും ഇഷ്ടമാകുന്നവ ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ പൊതുവെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരെ നമ്മുടെ ചാനലിനെക്കുറിച്ച് അറിയിക്കുവാനും മറക്കല്ലേ. ബായ്.